ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ജൂലൈ 30-31 തീയതികളിലായി ചേർത്തലയിൽ നടക്കും. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചേർത്തല ടൗൺ NSS കരയോഗം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള 250 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് പ്രയോജനകരമായ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിനായുള്ള പോരാട്ടത്തിന് സമ്മേളനം രൂപം നൽകും. സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ജാഥ, വിളംബര ജാഥ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുസമ്മേളനം അജിത് കോളടി ഉദ്ഘാടനം ചെയ്യും. 31 നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും. സർവീസിൽ നിന്നും വിരമിച്ച നേതാക്കളായ K ഉദയനും നസറുദ്ദീനും യാത്രയയപ്പും നൽകും. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ നമുക്കറിയാം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിലെ ഏറ്റവും പ്രമുഖമായ സംഘടനകളിലൊന്നാണ്. അതിൻ്റെ 55ാമത് വാർഷിക ജില്ലാ സമ്മേളനം ഈ മാസം 30-31 തീയതികളിൽ ചേർത്തല വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രചാരണ പ്രവർത്തനം നടന്നു വരുന്നു. അതിൻ്റെ പരിപാടികളും മറ്റു വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസം 30-ാം തീയതി രാവിലെ നിലവിലുള്ള ജില്ലാ കൗൺസിൽ നടക്കുന്ന വെന്യൂ എന്ന് പറയുന്നത് 30-ാം തീയതി പൊതുസമ്മേളനം നടക്കുന്നത് NSS യൂണിയൻ ഹാളിൽ, 31 പ്രതിനിധി സമ്മേളനം നടക്കുന്നത് കരയോഗം ഹാളിലാണ്. അപ്പോൾ 30-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ജോയിന്റ് കൗൺസിലിൻ്റെ മുൻ ചെയർമാൻ അന്തരിച്ച K ശ്രീകുമാർ വെളിയാവളത്താണ് പേര്, അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥ ആരംഭിക്കും. അത് ഏകദേശം ഒരു 50-ൽ പരം വരുന്ന ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടി കൊണ്ട് നടത്തുന്ന പതാക ജാഥ. ആ പതാക K ശ്രീകുമാറിൻ്റെ പത്നിയിൽ നിന്നാണ് ഏറ്റുവാങ്ങുന്നത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PS സൂരജ്, ചേർത്തലയുടെ മേഖല സെക്രട്ടറി മനോജ് B ഷേനായി, വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള ഒരു പതാക ജാഥയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ജാഥ ചേർത്തല എക്സ്റേ ജംഗ്ഷനിലെത്തി വൈകുന്നേരം 4 മണിക്ക് വിളംബര ജാഥ. അത് ജോയിന്റ് കൗൺസിലിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം വന്ന് എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ആ വിളംബര ജാഥ വടക്കോട്ട് വന്ന് KSRTC സ്റ്റാൻഡ് ചുറ്റി പൊതുസമ്മേളന നഗരിയായിട്ടുള്ള NSS യൂണിയൻ ഹാളിൽ സമാപിക്കും. ആ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനാകുന്നത് സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്. അവിടെ ഈ പൊതുസമ്മേളനത്തിൽ ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ GS അജയകുമാർ, ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ നേതാവ് ഉണ്ണി ശിവരാജൻ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ്റെ നേതാവ് ഡോക്ടർ അബ്ദുൽ ജലീൽ, അതോടൊപ്പം തന്നെ വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് AM ഷിറാസ്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ നേതാവ് C വാമദേവ് അടക്കമുള്ള അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു.